ശാരദാ മുരളീധരൻ, നമ്മുടെ ചീഫ് സെക്രട്ടറി, അവർക്കുണ്ടായ ഒരു ദുരനുഭവം അവർ ഇന്നലെ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തുകയും പിന്നീട് അവരത് പിൻവലിക്കുകയും, എന്നാൽ അത് സമൂഹത്തിൽ തുറന്നു ഒരു പരിഷ്കൃത സമൂഹത്തിൽ അത് തുറന്നു പറയേണ്ട ഒന്നാണ് എന്നവർക്ക് ബോധ്യപ്പെടുകയും അത് ഉച്ചത്തിൽ തന്നെ തുറന്നു പറയുകയും ഇന്ന് മാധ്യമങ്ങൾക്കൊക്കെ അവർ അഭിമുഖം നൽകുകയും ചെയ്തു. നിറത്തിൻ്റെ പേരിൽ അവർക്കുണ്ടായ ഒരു ദുരനുഭവം, അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവേചനത്തെയും കുറിച്ചാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ ഭർത്താവ് ഡോക്ടർ വി വേണുവായിരുന്നു ഇതിന് മുമ്പ് ചീഫ് സെക്രട്ടറി. അപ്പം വി വേണുവിൻ്റെ കാലത്തെ ഒരു വെളുത്ത കാലമെന്നും ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി ആയതിനു ശേഷമുള്ള കാലത്തെ കറുത്ത കാലമെന്നും അവരുടെ ഒരു സുഹൃത്ത് വിശേഷിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. ആ സുഹൃത്തിൻ്റെ പേര് ഇതുവരെ അവർ വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞു എന്നതിനപ്പുറത്തേക്ക് വലിയൊരു താരതമ്യം, ഇവർ ചീഫ് സെക്രട്ടറി പോസ്റ്റ് ഏറ്റെടുത്തതിന് ശേഷം ഭർത്താവിൻ്റെ കാലത്തു അവർ നടത്തിയ പ്രവർത്തനങ്ങളും ഇവരുടെ കാലത്തുണ്ടായ പ്രവർത്തനങ്ങളും തമ്മിൽ വലിയ താരതമ്യം ഉണ്ടാകുന്നവർക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നു, വലിയ നിരാശ ഉണ്ടാക്കുന്നു എന്നൊക്കെ അവർ പറയുകയാണ്. അപ്പോൾ ശാരദാ മുരളീധരൻ്റെ തുറന്നു പറച്ചിലിനെ, അവർ ജീവിക്കുന്ന ഒരു കാലത്തെ, മാറാത്ത നമ്മുടെ മനസ്സിനെ എങ്ങനെ കാണണമെന്ന് കൂടി സംസാരിക്കുകയാണ്. നിഷാദ്, ഇന്നിപ്പോൾ സണ്ണി കപ്പിക്കാട് പറയുന്നുണ്ടായിരുന്നു, മലയാളിക്ക് കറുത്ത കാറിനോട് ഇഷ്ടമാണ്, കറുത്ത ഡ്രസ്സ് വാങ്ങാൻ ഇഷ്ടമാണ്, കറുപ്പിനോട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, പക്ഷേ കറുത്ത മനുഷ്യരോട് എന്തോ ഒരു വിപ്രതിപത്തിയുണ്ട് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ശാരദാ മുരളീധരൻ്റെ ഈ മലയാളിയുടെ മനസ്സും അവരുടെ പോസ്റ്റും തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ കാണണം? അല്ല, സേഫും മലയാളിയുടെ മാത്രം പ്രശ്നമൊന്നുമല്ല, അത് ലോകത്തിൻ്റെ തന്നെയും പ്രശ്നമാണ്. കറുപ്പിനോട്, ഇരുണ്ട നിറമുള്ള മനുഷ്യരോട് കാണിക്കുന്ന ഒരു അകലവും ഒരു ഘട്ടം കഴിഞ്ഞാലുള്ള വിരോധവും ആക്രമണോത്സുകതയൊക്കെ എത്രയോ കാലമായിട്ട് ലോകം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതിൻ്റെ അനുരണനം സ്വാഭാവികമായും ഇവിടെയുണ്ട്. എത്രയോ കാലത്തിന് മുൻപ് തന്നെ കേരളത്തിൽ അതുണ്ട്. അത് കുറഞ്ഞേ വരികയാണ്. കേരളത്തിൽ അതിരൂക്ഷമായി നിലനിൽക്കുന്നു എന്ന് പറയാനാവുമോ എന്ന് എനിക്ക് സംശയം. പക്ഷേ കേരളം ഇപ്പോഴും അതിൻ്റെ കെടുതിയിൽ നിന്ന് പൂർണ്ണമായും വിമുക്തി നേടിയിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. നമ്മൾ സമ്പൂർണ്ണമായും ഒരു പുരോഗമന പ്രതലത്തിലേക്ക് എടുത്തു വയ്ക്കപ്പെട്ടിരിക്കുന്നതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നതെങ്കിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. മറിച്ച് ഇരുണ്ട നിറമുള്ള മനുഷ്യരോട് ഇപ്പോഴും നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് തന്നെ കാണണം. ഇരുണ്ട കാലമെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ ഇരുണ്ട നിറമെന്ന് വിളിച്ച് ആക്ഷേപിച്ചു എന്നൊക്കെയുള്ള ന്യായവാദങ്ങൾ സ്വഭാവത്തിൽ അതിനെ അനലൈസ് ചെയ്യുന്നവരെ കാണുന്നുണ്ട്. അടിസ്ഥാന പ്രശ്നം ഒരു മനുഷ്യൻ ഒരു മതത്തിൻ്റെയോ ജാതിയുടെയോ നിറത്തിൻ്റെയൊക്കെ പേരിൽ വേട്ടയാടപ്പെടുന്ന മനുഷ്യർക്ക് അവർക്ക് ഫീൽ ചെയ്യുന്ന പോലെ പുറത്ത് നിൽക്കുന്നത് നമുക്കത് മനസ്സിലാവില്ല. നമ്മുടെ പൊതുവായ യുക്തികൾ കൊണ്ട് നമുക്കതിനെ അളക്കാനും കഴിയില്ല. അപ്പോൾ അവരുടെ ചെറിയ കാലം മുതലേ ഉള്ള ഓർമ്മകൾ പറയുന്നുണ്ട്. 4-ാമത്തെ വയസ്സിൽ കറുത്തു പോയതിൻ്റെ പേരിൽ എനിക്കിനി ഒരിക്കൽ കൂടി ഗർഭപാത്രത്തിലേക്ക് പോയി വെളുത്ത കുട്ടിയായി തിരിച്ചു വരാൻ കഴിയുമോ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. എത്രയോ പതിറ്റാണ്ട് കാലം ഞാൻ ജീവിച്ചത് മുഴുവൻ ഈ പറയുന്ന കറുപ്പിനോടുള്ള ആളുകളുടെ വിമുഖത കണ്ടും അനുഭവിച്ചുമാണ്. ഏതെല്ലാം നിലയ്ക്ക് താൻ അതിൻ്റെ ആക്രമണങ്ങളെ അനുഭവിച്ചു എന്ന് അവർ പറയുന്നു. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ മക്കളാണ് കറുപ്പ് എന്ന് പറയുന്നത് നിറത്തിൻ്റെ ശ്രേഷ്ഠത എന്നെ പഠിപ്പിച്ചത്. അപ്പോഴാണ് എൻ്റെ കാഴ്ചപ്പാട് മാറിയെന്ന് പറയുന്നത്. അപ്പോൾ അവരവരുടെ ജീവിതകാലം മുഴുവൻ അനുഭവിച്ചത് മുഴുവൻ അവരുടെ നിറത്തിൻ്റെ പേരിലുള്ള ആക്ഷേപങ്ങളാണ് ഒരു വശത്ത്. ഇപ്പോൾ ഒരുപാട് പേർ അതിനെക്കുറിച്ച് എഴുതുന്ന കണ്ടു. നിറം ഇരുണ്ടതായി പോയതിൻ്റെ പേരിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഇരട്ടപ്പേരുകൾ, മാറ്റി നിർത്തപ്പെടലുകൾ, സ്കൂളിലെ കലാപരിപാടികളിൽ നിന്ന് ഒഴിവാക്കി നിർത്തലുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് ഒഴിവാക്കൽ, ജോലിയിൽ നിന്ന് ഒഴിവാക്കപ്പെടൽ, ടെലിവിഷൻ പെർഫോമിങ്ങിൽ നിന്ന് ഒഴിവാക്കപ്പെടൽ, അതിനെക്കുറിച്ച് ഒരുപാട് ആൾക്കാർ എഴുതി നമ്മളിപ്പോൾ കാണുന്നുമുണ്ട്. അപ്പോൾ അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ കേരളം ഒരുപാട് മുന്നോട്ട് പോയെന്ന് പറയുമ്പോഴും നമ്മൾ വെറുതെ ഒന്ന് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും പോയി നോക്കിയാൽ മതി. പുതിയ തലമുറയ്ക്ക് ഇതിൽ നിന്നെല്ലാം വിമുഖത ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവരതിൽ നിന്നെല്ലാം വിട്ടുമാറി സഞ്ചരിക്കുകയാണ്. നമുക്കൊരുപാട് പോകാൻ കഴിഞ്ഞിട്ടെന്ന് പറയുമ്പോൾ തന്നെ ഫേസ്ബുക്കിലെയും ഇൻസ്റ്റാഗ്രാമിലെയൊക്കെ നിങ്ങൾ ചില പ്രത്യേക ഗ്രൂപ്പുകൾ പോയാൽ ട്രെൻഡിങ് തന്നെ കാണാം. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് സ്ത്രീവിരുദ്ധതയും ഈ പറയുന്ന വർണ്ണവെറിയും. അത് ചെറുപ്പക്കാർക്കിടയിൽ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ ജൻസി കിട്ടുന്നതിൽ ഭീകരമായി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പല മീമുകളെടുത്ത് നോക്കുക. പാണ്ടിക്കരിമ്പാറ എന്ന് വിളിക്കുന്ന ഒരു മീമുണ്ട്, ഭയങ്കരമായി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നാണ്, ആൾക്കാരെ ആക്ഷേപിക്കുന്ന പിന്നെ വാക്കാണ്. കോളനി വാണം, നിങ്ങൾക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട അധിക്ഷേപ വാക്കാണ്. പിന്നെ കുറച്ച് ദലിതരായ മനുഷ്യർ, കറുത്ത മനുഷ്യർ കുറച്ച് സ്റ്റൈലിഷായി അപ്പിയർ ചെയ്താൽ കണ്ണാപ്പി എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയാണ് അവർ സ്റ്റൈൽ ചെയ്ത് നടക്കുന്നത് പിടിക്കാത്ത മനുഷ്യർ. അപ്പോൾ നമ്മൾ ഈ കാലം കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് ചേഞ്ച് ആയി കഴിഞ്ഞു. നമ്മളെല്ലാവരും പുതിയ കാലമാണ്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുള്ള പുതിയ ചെറുപ്പക്കാർ സംസാരിക്കുന്നത് മുഴുവൻ ആധുനിക രാഷ്ട്രീയമാണ്, എന്താ പറയുന്നത്, ഒരേ ഒരു സമരസപ്പെടലിൻ്റെ രാഷ്ട്രീയമാണ് എന്നൊക്കെ വെറുതെ പറയും. അങ്ങനെയല്ല. ഈ പറയുന്ന ഇരുണ്ട നിറമുള്ള മനുഷ്യരെ ആക്ഷേപിക്കുന്ന സംഗതി വളരെ കൂടുതലാണ്. ആ കാര്യത്തിൽ നമ്മൾ സ്വയം വിമർശനാത്മകമായി സംസാരിക്കട്ടെ. ഇപ്പോൾ അല്പസമയം സണ്ണി കോപ്പിക്കോട് സംസാരിക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ടി വിയിൽ, നിങ്ങളുടെ ടെലിവിഷൻ ഇൻഡസ്ട്രിയിൽ എത്ര ഇരുണ്ട നിറമുള്ള മനുഷ്യർ വാർത്ത വായിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അതിന് അപവാദമായിട്ടുള്ള സംഗതികളുള്ളപ്പോൾ തന്നെ കേരളത്തിൽ പലയിടത്തും നിങ്ങൾക്ക് വളരെ സോക്കോൾഡ് വെളുത്ത സൗന്ദര്യമുള്ള ആളുകൾക്ക് മാത്രമേ അപ്പിയർ ചെയ്യാൻ അവസരമുള്ളൂ. അങ്ങനെ തീരുമാനിക്കപ്പെട്ട, അങ്ങനെ പോളിസി എടുത്തിട്ടുള്ള സ്ഥാപനങ്ങളെ കാണാൻ പറ്റും.
അപ്പോൾ ഇതിൽ നിന്ന് എവിടെയും ഒരു സ്ഥലവും വിമുക്തമല്ലാത്ത വിധം ഈ പ്രശ്നം ഇപ്പോഴും നമ്മളെ ചൂഴ്ന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അഡോളസൻസ് എന്ന് പറഞ്ഞ ഒരു സീരീസിനെ കുറിച്ച് ഭയങ്കര ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ആ സീരീസ് സംസാരിക്കുന്നത് ഈ ജെൻസി കിഡ് എങ്ങനെയാണ്, പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ എങ്ങനെയാണ് സ്ത്രീ വിരുദ്ധത പോലെയുള്ള ആശയങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്നതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രത്യേകതരം അറ്റ്മോസ്ഫിയറിനകത്ത് ജീവിക്കുന്ന മനുഷ്യർ വ്യക്തിപരമായ അനുഭവങ്ങളെ മുൻനിർത്തിക്കൊണ്ട് കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുകയാണ്. എവിടെ നിന്നൊക്കെയാണ് അവർ നിരാകരിക്കപ്പെടുന്നത്? പ്രണയത്തിൽ നിന്ന്, സൗഹൃദങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ പറഞ്ഞ പൊതു ഇടങ്ങളിൽ നിന്ന് നിരാകരിക്കപ്പെടുന്നു തോന്നിയാൽ പിന്നെ അവർ ഒരു സിസ്റ്റത്തോടാകമാനം, ഒരു സമൂഹത്തോടാകമാനം, ഒരു ജെൻഡറിനോടാകമാനം, ഒരു ജാതിയോടും മതത്തോടും ആകമാനമുള്ള വിരുദ്ധ നിലപാട്, വെറി അവരുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ കാണാനും പരിഹരിക്കാനും നമുക്ക് പ്രോപ്പർ മെക്കാനിസം ഇല്ല എന്നുള്ള വേറെ തന്നെ കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് നമുക്ക് കേരളത്തിൽ നോക്കിയാലും കാണാൻ പറ്റും. അപ്പോൾ ഈ ജാതിയോട്, മതത്തോട്, നിറത്തോട് ഉള്ള ഈ പറയുന്ന ഒരു സുപ്രീമസി ബോധവും, അവർ നികൃഷ്ടർ, അവർ മാറി നിൽക്കേണ്ടവർ, അവർ സൗന്ദര്യമില്ലാത്തവർ, അവർ കോളനിക്കാർ, അവർ പാണ്ടിക്കാർ എന്നൊക്കെ വിളിക്കുന്ന പ്രശ്നം നമ്മുടെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്വാഭാവികമായ ഒരു വിഹിതം അനുഭവിക്കുകയാണ് ഈ ചീഫ് സെക്രട്ടറി. അത് എല്ലാ അർത്ഥത്തിലും നമ്മളെ സംബന്ധിച്ചൊരു സമൂഹം നിലയ്ക്ക് അപമാനകരമാണെന്ന് പറയുമ്പോൾ തന്നെ ചില ആളുകൾ ഇപ്പോൾ പറയുന്നു കേരള സാർ പഞ്ചാബി കളിയാക്കിയപ്പോൾ നമ്മൾ കേരളം വലിയ നേട്ടത്തിലാണെന്ന് പല ഇൻഡെക്സും വെച്ച് കാണിച്ചല്ലോ, എന്നിട്ട് ഇപ്പോൾ എന്താണ് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് കണ്ടല്ലോ എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഒരു കാര്യം ഓർക്കണം, അങ്ങനെ ഒരു അധിക്ഷേപത്തിൻ്റെ സംഗതി ഉയർന്നു വന്ന ഘട്ടത്തിൽ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കും. ഈ ടെലിവിഷൻ ചാനലിൽ നമ്മൾ ആ വിഷയം സംസാരിക്കുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട എല്ലാ മാധ്യമങ്ങളുടെയും പ്രധാന തലക്കെട്ടുകളൊന്നും അതാണ്. അപ്പോൾ കേരളം അതൊരു ഗൗരവപ്പെട്ട വിഷയമാണെന്ന് ചിന്തിക്കാൻ കേരളത്തിന് കഴിയുന്നുണ്ട്. പൂർണ്ണമായും അതിനെ നമുക്ക് തൂത്തുമാറ്റാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ കൂടി നമ്മുടെ നാട് ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇതൊരു പുരോഗമന സമൂഹത്തിന് ചേർന്നതല്ല, കേരളം പോലെ ഒരു നാടിന് ഒരിക്കലും ചേർന്നതല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ, നല്ല ശതമാനം ആളുകൾ ഇവിടെയുണ്ട്, മാധ്യമങ്ങൾ ഇവിടെയുണ്ട്, ഒപ്പം തന്നെ പൗരസമൂഹമുണ്ട്, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൽ ഇത് വലിയ വാർത്തയാവുന്നത്. അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ കുറിപ്പ് നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ പോയാൽ ശ്രദ്ധിക്കുക പോലും ആരും. അങ്ങനെ കുറിപ്പിട്ടതിൻ്റെ പേരിലായിരിക്കും ഒരുപക്ഷെ അവർ ആക്രമിക്കപ്പെടുക. പക്ഷേ കേരളം ആ കാര്യത്തിൽ നമ്മൾ എത്രയോ നിരാശയുടെ എലമെൻറ്റ്സ് പറയുമ്പോഴും കേരളം പ്രത്യാശാ നിർഭരമായി തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങളെ കാണുന്നതെന്നാണ്. അപ്പോൾ ഇത്തരം ഡിസ്കഷൻസ് എല്ലാം അതിന് ഗുണമാവട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ നമ്മൾ കാണാത്ത ലെയറുകൾ കുഴപ്പമായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ അംഗീകരിക്കണം. അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ തിരുത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. വേണ്ടോട്ട ഈ നിറവെറിയിൽ നിന്നും പൂർണ്ണമായും മുക്തമായ ഒരു കാലത്തിലേക്കും സമൂഹത്തിലേക്കുമുള്ള യാത്രയിൽ നമ്മൾ ഈ ചർച്ചകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്? ഇതിപ്പോൾ ഇത്രയും ഗൗരവത്തോടെ നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ വളരെ ശുഭകരമായൊരു കാര്യമാണ്. ഈ ബുദ്ധിമുട്ടുകളൊക്കെ ശാരദ മുരളീധരൻ സംസാരിക്കുമ്പോഴും അവർ പറഞ്ഞ ഒരു കാര്യം വലിയ സന്തോഷം നൽകുന്നതാണ്. അവർ പറഞ്ഞത് വീട്ടിനകത്തെ ഇൻസെക്യൂരിറ്റി ഷെയർ ചെയ്യുന്ന ചില സന്ദർഭങ്ങളുണ്ടാകുമല്ലോ, ആ ഘട്ടങ്ങളിൽ എന്നെ ഇതിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ ഏറ്റവും സഹായിച്ചത് എൻ്റെ മക്കളാണ് എന്ന് പറയുന്നുണ്ട്. നിഷാദ് അത് പറഞ്ഞു ഇപ്പോൾ വിശദമായിട്ട്. ഇപ്പോൾ ഇന്നവർ പറയായിരുന്നു രണ്ടുപേരും ഇപ്പോൾ എൻ്റെ വീട്ടിലില്ല, രണ്ട് മക്കളും, പക്ഷേ അവർ എല്ലാ കാലത്തും അതിന് എനിക്ക് ഭയങ്കരമായൊരു ശക്തി നൽകി. ഇപ്പം ഞാനൊരു വസ്ത്രം ഇടാൻ പോകുമ്പോൾ അയ്യോ ഇതെനിക്ക് കറുത്ത നിറമാണല്ലോ എൻ്റെ എന്ന് പറയുമ്പം അങ്ങനെയല്ല എന്ന് പറഞ്ഞവരെ നല്ല രൂപത്തിൽ തിരുത്തുന്നുണ്ട് മക്കളെന്ന് പറയുന്നു. നിഷാദ് പറയുന്ന എല്ലാ കുഴപ്പങ്ങളും ഈ സോഷ്യൽ മീഡിയയിലെ തലമുറ പ്രചരിപ്പിക്കുന്നുണ്ടാകാം, അതിൻ്റെ ഭാഗമായി നിൽക്കുന്നുണ്ടാകാം. അപ്പോഴും വളരെ ഇത്തരം കാര്യങ്ങളല്ല ഗൗരവത്തോടെ കാണേണ്ടത് എന്ന് കരുതുന്നവരെയും നമ്മൾ ആ പൊതുസമൂഹത്തിൽ തന്നെയാണ് കാണുന്നത്, ആ പുതിയ സമൂഹത്തിൽ തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് യുവാക്കൾ വലിയൊരു ഇത്തരം കാര്യങ്ങളിൽ വലിയൊരു തിരുത്തൽ ശക്തിയായി തന്നെ സ്വാഭാവികഗതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒരു ബലം പിടിച്ച് ചെയ്യേണ്ടി വരുന്നൊരു കാര്യം അവർക്ക് സ്വാഭാവികതയിൽ തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ട്. ശാരദയുടെ അനുഭവത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാണല്ലോ, അവർക്ക് അതിൽ പരിഹാരമുണ്ടാകുന്നത് അവരുടെ മക്കളിൽ നിന്നാണ് എന്ന് അവർ തന്നെ പറയുന്നത് വഴി. അപ്പോൾ ഇന്നിപ്പോൾ സതീശൻ നല്ല മനോഹരമായൊരു കാര്യം പറഞ്ഞു. സതീശൻ ആ പോസ്റ്റ് ഷെയർ ചെയ്തിട്ടൊക്കെ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ വലിയ കാര്യമാണ്. എങ്കിലും ഇന്ന് ശാരദ പറയുന്നുണ്ടായിരുന്നു ഈ സതീശൻ മാത്രമാണ് അവരെ വിളിച്ചതെന്ന്. പിന്നീട് ആരെങ്കിലും വിളിച്ചോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു മുഖം തിരിഞ്ഞ് നിൽക്കൽ എന്തിനായിരുന്നു എന്നത് ആലോചിക്കേണ്ടതാണ്, അല്ലേ? സതീശൻ മാത്രമാണ് അതിലൊരു മുൻകൈ എടുത്തതെന്ന് അവർ പറയുകയും കൂടെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും വിളിക്കുമായിരിക്കും. സോഫാർ ഇല്ല ആയിരിക്കാം, അങ്ങനെ എടുക്കാം. സതീശൻ പക്ഷേ അത് ഗൗരവമായി അങ്ങ് എടുക്കുകയും അത് ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം സതീശൻ ഇന്ന് മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ കൊടകര ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. പക്ഷേ ആദ്യം മാധ്യമപ്രവർത്തകർ സതീശനോട് ചോദിക്കുന്നതും സതീശൻ അത് പിന്നീട് പറയാമെന്നല്ല പറയുന്നത്, സതീശൻ ആദ്യം പറയുന്ന മറുപടിയും ഈ ശാരദാ മുരളീധരൻ വിഷയമാണ്. അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ അതിനകത്ത് രസകരമായി സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതൊന്നും ഒരു കാര്യവുമില്ലാത്ത ഒരു കാലമാണിത് എന്ന് പറയുന്നുണ്ട്. ഇതൊന്നും ഒരു വലിയ കാര്യമേ അല്ലാത്ത കാലമാണ് ഇതെന്ന്. കാലത്തിന് അങ്ങനെ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നതൊരു വസ്തുത തന്നെയാണ്. പുതിയ ചെറുപ്പക്കാരിലൂടെ അത് പ്രകടമാവുകയും ചെയ്യുന്നു.
പിന്നെ സതീശൻ ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്നൊരു വാചകവും കൂടെ ഭംഗിയായി പറയുകയുണ്ടായി, ഇങ്ങനെ പറയാമോ ചിന്തിക്കാമോ എന്നതൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സായി നമ്മളിപ്പോൾ ആലോചിക്കുന്ന കാലവുമാണ് എന്ന് പറയുന്നു. പുതിയ ചെറുപ്പക്കാർക്ക് അത്തരം പല പദാവലികളും വരാറ് പോലുമില്ല. നമ്മളൊക്കെ ഇപ്പോഴും പറയുമ്പോൾ ചിലപ്പോൾ സംഭവിക്കാറുണ്ടാകാം. അപ്പോൾ പോലും നമ്മളെ ഒരു വീണ്ടും വിചാരം നമ്മളെ തിരുത്താൻ പ്രേരിപ്പിക്കുന്നുണ്ട്. പൊളിറ്റിക്കലി കറക്റ്റ് അല്ലല്ലോ പറയുന്നത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൽ അത് അങ്ങനെയാണോ പറയേണ്ടത് എന്നൊരു സ്വയം തിരുത്തൽ നമ്മൾ നടത്തുന്നുണ്ട്. ഇതൊരു വലിയ പ്രക്രിയയാണ്, അത് വലിയ കാര്യമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. മുൻപാണ് എങ്കിൽ ഈ പറയുന്ന ദുരനുഭവങ്ങൾ ഓരോരുത്തരും അനുഭവിക്കുമ്പോൾ അത് പിന്നീട് എപ്പോഴെങ്കിലും ചെറിയ വൃത്തങ്ങളിൽ പറയുക, പറയാതെ തന്നെ പോകുന്ന അവഗണനകൾ ഉണ്ടാകാം, ദുരനുഭവങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു കാര്യം വന്നാൽ RLV രാമകൃഷ്ണൻ ഒരു കാര്യം പറയുകയാണ് എങ്കിൽ അപ്പോൾ തന്നെ അതിൻ്റെ മേളിൽ സമൂഹം ഇടപെടുന്നു, അതിൻ്റെ മേൽ പ്രതികരണങ്ങൾ വരുന്നു. ആരാണോ അതിന് കാരണം ആയത് അവർക്ക് കോടതി കയറേണ്ടി വരുന്നു. ജാമ്യം കിട്ടുമോ ഇല്ലയോ, അവർ തിരുത്തിയോ ഇല്ലയോ എന്നതിനപ്പുറത്ത് ഓഡിറ്റ് ചെയ്യപ്പെടുന്നു. പെട്ടെന്നാണ് ആ വിഷയം കൈകാര്യം ചെയ്യപ്പെടുക. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള കാലത്ത് ഇട്ട പോസ്റ്റ് ഒരു പോസ്റ്റ് ഇടണോ എന്ന് ശങ്കിക്കുകയല്ല, ഇട്ട പോസ്റ്റ് പിൻവലിക്കണോ എന്നും വീണ്ടും വിചാരവുമല്ല, വിശദമായി തന്നെ പോസ്റ്റ് ഇടുന്നു. അതിൻ്റെ മേൽ കൃത്യമായ തിരുത്തലുകളും സംവാദങ്ങളും നടക്കുന്നു. അതുകൊണ്ട് ഇതൊരു നല്ല കാര്യമാണ്. പിന്നെ ഈ സണ്ണി പറഞ്ഞൊരു കാര്യമുണ്ട്, സൈഫ് പറഞ്ഞല്ലോ ഒരു വിപ്രതിപത്തി. സണ്ണി പറഞ്ഞ വാക്ക് കുറേ കൂടെ കടുപ്പമുള്ളതാണ്. സണ്ണി പറഞ്ഞത് ഈ കറുത്ത നിറം ഉള്ള ഉടുപ്പിടുന്നതിനകത്ത് മലയാളിക്ക് വിയോജിപ്പില്ല, കറുത്ത കാറ് വാങ്ങുന്നതിനകത്ത് കുഴപ്പമില്ല, കറുത്ത മനുഷ്യരോട് വെറുപ്പാണ്, ആ വാക്കാണ് ഉപയോഗിച്ചത്. എന്നിട്ട് പിന്നെ നമ്മുടെ മാധ്യമപ്രവർത്തകരെ പറ്റി പറയുകയും ചെയ്തു, നിങ്ങൾക്ക് പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ ബ്ലാക്ക് ബോഡിയെ നിങ്ങൾ എത്ര അക്കോമഡേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മളോട് കുറച്ച് മുമ്പ് സണ്ണി ചോദിച്ചത്. നമുക്ക് വളരെ ശക്തമായിട്ട് പറയാൻ കഴിയും, അങ്ങനെ ഈ പറയുന്ന പൗഡർ ഇട്ട് സുന്ദരനും സുന്ദരികളുമായിട്ടിരിക്കുന്ന ആളിലൊന്നുമല്ല നമ്മുടെ സ്ഥാപനങ്ങളിലൊന്നും പ്രവർത്തിക്കുന്നത്. അത് ഒന്നാമത്തെ മാനദണ്ഡമായി എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനവും ഇവിടെ ഇല്ല. ഒരു ചാനലെന്തോ പെൺകുട്ടികളെ മാത്രം വെച്ചിട്ടെന്തോ ഒരു വാർത്താവതരണം എന്നുള്ള നിബന്ധനയുമായി വന്നു. അതൊരു തമിഴ് പശ്ചാത്തലം കൂടെയുള്ള ഒരു മാധ്യമ സ്ഥാപനമായിരുന്നു. അവർക്കൊക്കെ ആ നിലപാടിൽ നിന്ന് മാറേണ്ടി വന്നു. പിന്നെ ഏറ്റവും കൂടുതൽ വനിതകൾ, അതിപ്പോൾ റിപ്പോർട്ടിങ്ങിലേക്കായാലും, റിപ്പോർട്ടിങ്ങിൽ ഇപ്പോൾ നമ്മുടെ ഉണ്ടല്ലോ, അച്ചടി മാധ്യമങ്ങൾ, അവർക്ക് എത്ര റിപ്പോർട്ടർമാരുണ്ട് ഫീൽഡിൽ? അതേസമയം നമ്മുടെ ടെലിവിഷൻ ചാനലിലോ ഇവരെല്ലാം രാവിലെ പൗഡറായിട്ടാണ് പോകുന്നത്. ഒന്നുമല്ല, ഈ പറയുന്ന എല്ലാ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലും വാർത്ത സംഭവിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നിന്ന് ഈ വെയിലത്തും ഇരുട്ടത്തും വിയർത്തും ഒക്കെ തന്നെയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ചിലപ്പോൾ ഈ പറയുന്ന സ്റ്റുഡിയോകളിലിരിക്കുന്ന അവതാരകരും അങ്ങനെ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് കാലം മാറിയിട്ടുണ്ട്. ആ പഴയ ഒരു ഒരു ഇത്തരം കാര്യങ്ങളിലെല്ലാം മറ്റൊരു സൗന്ദര്യ ആരാധനയും സൗന്ദര്യ ബോധവുമാണ് പ്രവർത്തിക്കുന്നത്. മാധ്യമ സ്ഥാപനങ്ങളിൽ ഇപ്പോഴും അത് പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന ഘട്ടമൊന്നുമില്ല.